ബൈജു സ്പീക്കിംഗ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി എന്ന നമ്മുടെ മെഗാസ്റ്റാർ എൻട്രി മൂവി അറിയാം. അന്നത്തെ അദ്ദേഹത്തിൻ്റെ അഭിനയവും. അതിനു മുമ്പ് പുതിയതായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ മിസ്സാവാതെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സബ്ജക്റ്റിലേക്ക് വരാം. മമ്മൂട്ടി എന്ന നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ ഫസ്റ്റ് എൻട്രി മൂവി എന്ന് പറയുന്നത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയാണ്. മാധവൻകുട്ടി എന്ന ഒരു മദ്യപാനിയായ ഒരു കഥാപാത്രം, അതിലെ ഹീറോ ശ്രീ സുകുമാരൻ ആണ്. ബഹദൂർ, ശ്രീനിവാസൻ, സുധീർ, ശ്രീവിദ്യ, ജലജ, ശ്രീലത, ഇങ്ങനെ പോവും മറ്റ് താരങ്ങൾ. 1980 16 മെയ്യിലാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നുള്ള മൂവി റിലീസ് ആകുന്നത്. അന്നത്തെ തൊഴിലില്ലായ്മ, UAE ദുബായിൽ ജോലിക്ക് പോകുന്ന കാലം, ദുബായ് എന്ന ഗൾഫ് മേഖലയുടെ വളർച്ച ഒക്കെ എടുത്തു കാട്ടുന്ന ഒരു മൂവി. അന്നത്തേക്ക് തൊഴിൽ പ്രതിസന്ധി കൊണ്ട് ഒരുപാട് ആൾക്കാർ UAEയിലേക്ക് ചേക്കേറി അല്ലെങ്കിൽ ദുബായ് എന്ന അവിടുത്തെ സ്ഥലത്ത് എത്തുന്നതും ആ രാജ്യത്ത് പോയി പൈസയൊക്കെ സമ്പാദിച്ച് വരുന്നതും ഒക്കെ വളരെ നല്ല രീതിയിൽ, അതായത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ദുബൈയൊക്കെ കാണാനും ഒരുവിധം പാവപ്പെട്ട സാധാരണക്കാർക്കൊന്നും പറ്റാൻ സാധ്യതയില്ല. അപ്പോൾ ദുബൈ എന്ന സ്ഥലത്തെയും അന്നൊക്കെ ബോട്ട് വഴിയും അല്ലെങ്കിൽ ഷിപ്പ് വഴിയും ഒക്കെ കടന്ന് അവിടെ എത്തുന്ന ആൾക്കാരുടെ ജീവിത രീതികളും അവിടെ ചെന്നാൽ എങ്ങനെയാണെന്നുള്ള കഷ്ടപ്പാടുകളും ഒക്കെ വളരെ എടുത്തു കാട്ടിയിട്ടുണ്ട്. ആസാദ് എന്ന് പറയുന്ന സംവിധായകൻ്റെ സിനിമയാണ് MT വാസുദേവൻ നായരുടെ കഥ. അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരു കഥയിലൂടെയാണ് എൻട്രി കിട്ടുന്നത്. എന്നാൽ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം, പെർഫോമൻസ് ഒക്കെ വളരെ മോശ പ്രകടനമായിരുന്നു. ശബ്ദം പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ല. എന്നാലും ആ സിനിമ വളരെയധികം അന്നത്തെ കാലത്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ സിനിമയാണ്. മാത്രമല്ല അന്ന് ഇന്നത്തെ പോലെയുള്ള അഭിനയമൊന്നും വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടവും അല്ലായിരുന്നു. എന്നാലും സിനിമയിൽ നമുക്ക് പിന്നെ അതിനുശേഷം മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടിയൊക്കെ ശബ്ദം സ്വന്തമായിട്ട് കൊടുത്തത് കൊണ്ടായിരിക്കാം ആ സിനിമ കണ്ടാൽ നമുക്കത് മമ്മൂട്ടി തന്നെയാണോ അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്ക തന്നെയാണോ എന്നൊക്കെ തോന്നിപ്പോകും. കാരണം ശബ്ദം അദ്ദേഹത്തിൻ്റെ അല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ് പിന്നെ അദ്ദേഹം ഇന്ന് കാണുന്ന നമ്മുടെ മെഗാസ്റ്റാർ ആയതും എല്ലാം അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ. അതായത് നമുക്കിതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ആരും വരുമ്പോൾ തന്നെ എല്ലാം തികഞ്ഞ് വരുന്നവരല്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ അദ്ദേഹത്തിന് നികത്താനുള്ള അവസരം കിട്ടി. അത് നികത്തി അദ്ദേഹം വലിയ ഒരു പ്രതിഭയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം തന്നെയാണ്. അത് നമ്മൾ സമ്മതിക്കാതെ വയ്യ. കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച ശ്രീ സുകുമാരൻ പിന്നെ ഓഗസ്റ്റ് എന്നുള്ള സിനിമയിൽ ഉപനായകനായിട്ട് അഭിനയിക്കുന്ന കാലം വരെ വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എന്നിരുന്നാലും മമ്മൂട്ടി എന്നുള്ളൊരു നടനെ സംബന്ധിച്ചുള്ള മറക്കാനാവാത്ത സാഹചര്യങ്ങൾ തന്നെയാണ്. അന്ന് സുകുമാരൻ എന്നുള്ള നടൻ ഇദ്ദേഹത്തെ ഈ കഥാപാത്രമായിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. പുതിയതായിട്ട് ഒരാൾ വന്നോട്ടെ എന്നുള്ളൊരു മനസ്സും, ശ്രീനിവാസൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സും, ആസാദ് എന്നുള്ളൊരു സംവിധായകൻ്റെ മനസ്സും, പിന്നെ KG ജോർജ് എന്നുള്ള സംവിധായകൻ്റെ മനസ്സും ഒക്കെ കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന മെഗാസ്റ്റാർ എന്ന മമ്മൂട്ടി ആയി മാറിയത്. കാരണം അതിനുശേഷം ആണ് മേള എന്നുള്ള സിനിമ വരുന്നത്. അതും 1983
1980 തന്നെയാണ്. അപ്പോൾ അത് ആ സിനിമ ഈ വിൽക്കാനുണ്ട് എന്നുള്ള സിനിമയ്ക്ക് ശേഷം 1980 ഡിസംബർ 5 ഈ മേള എന്നുള്ള സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സിനിമകളുമൊക്കെ ആയപ്പോൾ തന്നെ ഏകദേശം മമ്മൂട്ടി എന്നുള്ള ഒരു നടനൊരു ഐഡന്റിഫിക്കേഷൻ വന്നു. അങ്ങനെ വീണ്ടും അദ്ദേഹം പുതിയ പുതിയ അവസരങ്ങൾക്ക് ശ്രമിച്ചു. അത് ഫലവത്തായി. അങ്ങനെ അദ്ദേഹം ഒരുപാട് സിനിമകൾ, അതിനുശേഷം IV ശശി എന്ന വളരെ ഹിറ്റ് മേക്കറായ സംവിധായകനിലേക്ക് ചെന്നെത്തുകയും അവിടെ ഒരു പുതിയ മമ്മൂട്ടി രൂപം കൊള്ളുകയും ചെയ്തു. അങ്ങനെ മമ്മൂട്ടി എന്നുള്ള നടന്റെ അഭിനയത്തിന്റെ ആ റേഞ്ച് മാറുകയും അദ്ദേഹം ഇന്ന് കാണുന്ന വലിയ മഹാനടനായി മാറുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരു തുടക്കമുണ്ട്, ഒരു ഭാഗ്യമുണ്ട് എന്നൊക്കെ പറയുന്നതാണ് സത്യം. പക്ഷേ എല്ലാത്തിനും ഒരു യോഗം വേണം, ഭാഗ്യം വേണം. അതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ശരിക്കും ഒരു പ്രതിഭ വളരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മൾ കാണുന്ന ഇന്നത്തെ മെഗാസ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്ക അല്ലെങ്കിൽ നമ്മുടെ മമ്മൂട്ടി. ഒന്നോർക്കണം, അദ്ദേഹം വിൽക്കാനെന്നുള്ള സ്വപ്നങ്ങൾ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ശബ്ദം പോലും നൽകാൻ അവരവസരം ഒരുക്കിയില്ല. പക്ഷേ ഇന്ന് ആ നടന്റെ ശബ്ദം എത്ര ഗാംഭീര്യവും എത്ര ബാസുള്ളതും ആണെന്ന് ഓർക്കണം. ഇന്ന് നമ്മുടെ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ശബ്ദം വേറൊരു നടനുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ അത്ഭുതമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരിക്കും എല്ലാവർക്കും ബൈ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.